വട്ടിയൂർക്കാവിലെ CPM MLA VK പ്രശാന്ത് തൻ്റെ കുറ്റങ്ങളെല്ലാം സമ്മതിച്ച് ഓഫീസ് തന്നെ ഉപേക്ഷിച്ച് സ്ഥലം വിടുകയാണ്. ചെയ്തു കൂട്ടിയ തട്ടിപ്പുകൾ പിടിക്കില്ല എന്നുറപ്പിച്ചാണ് പ്രശാന്ത് MLA മാത്രമല്ല കേരളത്തിലെ പിണറായിയും അദ്ദേഹത്തിന് കീഴിലുള്ള പലരും തട്ടിപ്പും വെട്ടിപ്പും തുടങ്ങിയത്. എന്നാൽ ഓരോന്നോരോന്നായി തിരിച്ചടിക്കുകയാണിപ്പോൾ. അവരവർക്ക് കഴിയുന്ന തരത്തിൽ ഗജരാവ് മുതൽ അയ്യപ്പൻ്റെ സ്വർണം വരെ മോഷ്ടിക്കുന്നത് പിടികൂടിയപ്പോഴാണ് ആദ്യം പറഞ്ഞ വീമ്പിളക്കലെല്ലാം മതിയാക്കി ഇങ്ങനെ സ്ഥലം വിടാൻ പ്രശാന്ത് MLA തീരുമാനിച്ചത്. അതായത് വട്ടിയൂർക്കാവ് MLA ആയ VK പ്രശാന്ത് ശാസ്തമംഗലത്തെ MLA ഓഫീസ് സ്വമേധയാ ഒഴിയുകയാണ്. തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ ഉടമസ്ഥതയിലുള്ള ആ ഓഫീസിൽ നിന്നും മാറി മരുതുംകുഴിയിലേക്കാണ് പുതിയ ഓഫീസ് തുടങ്ങാൻ പോകുന്നത്. വട്ടിയൂർക്കാവ് യൂത്ത് ബ്രിഗേഡ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഓഫീസിൻ്റെ സമീപത്തേക്കാണ് MLA മാറുന്നത്. ഓഫീസ് ഒഴിയണമെന്ന് ആ ശ്രീലേഖ എന്ന ശാസ്തമംഗലത്തെ BJP കൗൺസിലർ ആവശ്യപ്പെട്ടതിൽ അനാവശ്യ വിവാദം ഒഴിവാക്കാനാണ് നടപടിയെന്നാണ് ഇപ്പോൾ പ്രശാന്ത് MLA വ്യക്തമാക്കിയത്. എന്ത് വിവാദമാണുള്ളത്? കോർപ്പറേഷൻ CPM ഭരിക്കുമ്പോൾ MLA എന്നുള്ള നിലയിൽ 25,000 രൂപ MLA ഓഫീസ് വാടക ഇനത്തിൽ കേരളത്തിൻ്റെ ഖജനാവിൽ നിന്നും കൈപ്പറ്റി അതേസമയം അതിൽ നിന്ന് കോർപ്പറേഷന് വെറും 825 രൂപ മാസവാടകയും നൽകി 7 വർഷം സമ്പാദിച്ചു പോരുകയായിരുന്നു പ്രശാന്ത് MLA എന്നാണ് ഇപ്പോൾ തെളിവ് സഹിതം വാർത്തകൾ വന്നിരിക്കുന്നത്. മാത്രമല്ല വട്ടിയൂർക്കാവ് മണ്ഡലത്തിലാണ് MLA ഹോസ്റ്റൽ തന്നെ നിലനിൽക്കുന്നത്. എന്നിട്ടും അവിടെയൊന്നും ഓഫീസ് സൗകര്യം ഒരുക്കാതെ ഈ കോർപ്പറേഷൻ ബിൽഡിങ്ങിൽ ഓഫീസാക്കി സമ്പാദ്യം കുന്നുകൂട്ടുകയായിരുന്നു പ്രശാന്ത് MLA. അതിപ്പോൾ കോർപ്പറേഷൻ ഭരണം മാറിയപ്പോൾ സത്യം പുറത്തു വന്നതോടെയാണ് നൈസായി അവിടെ നിന്ന് തടി തപ്പുന്നത്. വിവാദമാക്കണ്ടല്ലോ എന്നുള്ളൊരു തലക്കെട്ടും അതിന് കൊടുത്തു. വിവാദമാക്കിയാൽ MLA നാറും, അത്ര തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത്. BJPയും CPMഉം പല കാര്യങ്ങളിലും അതായത് വാർഡ് വിഭജനങ്ങളിലടക്കം രഹസ്യധാരണ ഉണ്ടായിരുന്നുവെങ്കിലും ശ്രീലേഖ IPS ആ ബന്ധമൊന്നും ഓർക്കാതെയാണ് MLAക്കെതിരെ തുറന്നടിച്ചത്. ചുമതലയേറ്റ ഉടനെ ശാസ്തമംഗലത്തെ MLA ഓഫീസ് VK പ്രശാന്ത് ഒഴിയണമെന്നാവശ്യപ്പെട്ട് ശ്രീലേഖ പൊട്ടിത്തെറിച്ചു. ശ്രീലേഖയുടെ വാർഡായ ശാസ്തമംഗലത്തെ കോർപ്പറേഷൻ കെട്ടിടത്തിലാണ് പ്രശാന്തിൻ്റെ ഓഫീസ് പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ തൻ്റെ ഓഫീസ് സൗകര്യപ്രദമായി പ്രവർത്തിക്കുന്നതിന് വേണ്ടി പ്രശാന്ത് MLA ഓഫീസ് ഒഴിയണമെന്നായിരുന്നു ശ്രീലേഖ ഫോണിലൂടെ വിളിച്ചാവശ്യപ്പെട്ടത്. പ്രശാന്തിൻ്റെ ഓഫീസ് പ്രവർത്തിക്കുന്നതിന് മാർച്ച് വരെ കാലാവധി ഉള്ളപ്പോഴായിരുന്നു ശ്രീലേഖയുടെ ഇത്തരത്തിലുള്ള ഇടപെടൽ. പക്ഷേ VK പ്രശാന്ത് തിരിച്ചടിക്കുന്നത് നമ്മൾ കണ്ടു. തൽക്കാലം ഈ ഓഫീസിൽ നിന്ന് ഇറങ്ങാൻ തനിക്ക് മനസ്സില്ല എന്നാണ് അറിയിച്ചത് MLA. അതോടെ അത് വിവാദമായി, മാധ്യമങ്ങൾ ശ്രദ്ധിച്ചു, വാർത്തകൾ സജീവമാക്കി. അതോടെയാണ് പ്രശാന്ത് നടത്തുന്നത് വലിയ ക്രമക്കേടും തട്ടിപ്പുമാണെന്ന് എല്ലാവർക്കും മനസ്സിലായി തുടങ്ങിയത്. ശാസ്തമംഗലത്തിൽ നിന്ന് അതോടെ രക്ഷപ്പെടാനാണ് MLA തീരുമാനിച്ചത്. ജനങ്ങളുടെ MLA ആണെന്നും വികസന നായകനാണെന്നും തൽക്കാലം ഓഫീസ് വിടാൻ മനസ്സില്ലെന്നും പറഞ്ഞ് പിടിച്ചു നിന്ന VK പ്രശാന്ത് എത്രയും പെട്ടെന്ന് കിട്ടുന്ന സാധനങ്ങളെല്ലാം എടുത്ത് സ്ഥലം വിടാൻ തീരുമാനിച്ചതിന് പിന്നിൽ മറ്റൊന്നുമല്ല, ഇനിയും ഇവിടെ നിന്നാൽ താൻ നടത്തിയ വാടക തട്ടിപ്പടക്കം പലതും പുറത്തുവിട്ട് നാറ്റിക്കുമെന്നുറപ്പായതോടെയാണ് ഓഫീസിൻ്റെ താക്കോലും ശ്രീലേഖയ്ക്ക് നൽകി സ്ഥലം വിടാൻ തീരുമാനം. ഏറ്റവും ഒടുവിൽ പറഞ്ഞു കേൾക്കുന്നത് പ്രകാരം ഓഫീസ് മാത്രമല്ല, ഈ വട്ടിയൂർക്കാവ് മണ്ഡലം തന്നെ ഉപേക്ഷിക്കാനാണ് പ്രശാന്തിൻ്റെ തീരുമാനം എന്നാണ് അറിയുന്നത്. അതായത് കടകംപള്ളി സുരേന്ദ്രൻ പോകുന്നതോടെ തൊട്ടടുത്ത കഴക്കൂട്ടം സീറ്റിലേക്കാണ് പ്രശാന്ത് മാറാൻ ഉദ്ദേശിക്കുന്നത്. ഏതായാലും ഈ തട്ടിപ്പിൽ കുടുങ്ങിയ CPM നേതാക്കൾ ഇങ്ങനെ തോൽവികൾ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ടും പഠിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം.